ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളുടെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന മേഖലയുമായിട്ടാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ആംസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ വെപ്പൺസ് ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് നമ്മൾ ആഭ്യന്തരമായി ഏർപ്പെടുന്ന ഉൽപ്പാദന മേഖല എന്നുവെച്ചാൽ ഡിഫൻസിന് വേണ്ടി സൈനികപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള നമ്മളുടെ നിർമ്മാണ മേഖല, ആയുധങ്ങൾ അല്ലെങ്കിൽ വെപ്പൺ സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് വേണ്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഉള്ള ഉപയോഗത്തിനൊക്കെ തന്നെ നമ്മളുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ സെക്ടർ അല്ലെങ്കിൽ ഡിഫൻസ് മാനുഫാക്ചറിങ് ഇക്കോ സിസ്റ്റം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു മേഖല എന്നുവെച്ചാൽ നമ്മൾ സ്വയം പര്യാപ്തമായിട്ടില്ല. നമുക്കെപ്പോഴും അറിയാം, നമ്മൾ ഒട്ടനവധി നമ്മുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ആയുധ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും നല്ലൊരു ശതമാനവും വെളിയിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യ, ഫ്രാൻസ്, അമേരിക്ക, ഇസ്രായേൽ ഈ പറഞ്ഞ രാജ്യങ്ങളാണ് നമ്മളിപ്പോഴും ആശ്രയിക്കുന്നത്. പ്രധാനമായിട്ടും റഷ്യയാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ റഷ്യയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ആം സപ്ലയേഴ്സിൽ ഇപ്പോഴും റഷ്യ തന്നെയാണ്. പക്ഷേ പഴയതിലും ആ പെർസെൻറ്റേജ് എന്നുവെച്ചാൽ അളവ് കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും റഷ്യ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രാൻസ്, ഇസ്രായേൽ, അമേരിക്ക ഈ പറഞ്ഞ രാജ്യങ്ങൾ ആണ് പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ അത് പിന്നെ ജർമ്മനിയുണ്ട്, പിന്നെ അങ്ങനെ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും, കാരണം ഈ 4 രാജ്യങ്ങൾ മാത്രം പ്രധാനപ്പെട്ട വെപ്പൺ സിസ്റ്റത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മറ്റ് ഒട്ടനവധി നമുക്ക് ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള എന്നാൽ ഇന്ത്യയിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നിർമ്മിച്ചാൽ തന്നെ നമുക്കത് സപ്ലൈ ചെയ്യാൻ സഫീഷ്യൻ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ ഇതാണ്. റഷ്യ, മറ്റേ നമുക്കറിയാം ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സബ്മറൈൻസ്. ജർമ്മനിയായിട്ട് നമുക്ക് സബ്മറൈൻസിൻ്റെ കരാറിൽ നമ്മൾ ഏർപ്പെടാൻ പോവുകയാണ്. 8 സബ്മറൈൻസിന് വേണ്ടിയാണ്. ഫ്രാൻസിൽ നിന്ന് നമ്മൾ സബ്മറൈൻസ് വാങ്ങിക്കുന്നുണ്ട്, റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇസ്രായേലിൽ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട മിസൈൽസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അമേരിക്കയിൽ നമുക്കറിയാം പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആംസ്, വെപ്പൺസൊക്കെ തന്നെ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴും നമ്മുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ശതമാനം നമ്മൾ വിദേശത്തു നിന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രൂഡിൻ്റെ കാര്യത്തിലും ഒന്ന് ആംസിൻ്റെ കാര്യത്തിലാണ്. ക്രൂഡ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദനം വളരെ കുറവാണ്. അത് സമീപഭാവിയിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് ആഭ്യന്തരമായിട്ട് നമുക്ക് ആവശ്യമുള്ളതൊന്നും തീർച്ചയായിട്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളെ, വിദേശ രാജ്യങ്ങളെ, മിഡിൽ ഈസ്റ്റിലെ ഈ പറഞ്ഞ രാജ്യങ്ങളെയും അമേരിക്ക, വെനിസ്വേല ഇതുപോലുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ, റഷ്യയൊക്കെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. വെപ്പൺസിൻ്റെ കാര്യത്തിലും അതേ സമാനമായിട്ടുള്ള അപ്പോൾ ഇത് ആശ്രയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തിൽ നമ്മളുടെ ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ റിസർവ് നമുക്ക് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പല സംഭവവികാസങ്ങൾ കണ്ടതാണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയൊക്കെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതായതുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ആംസിൻ്റെ കാര്യത്തിൽ നമുക്ക് വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് പറഞ്ഞാലും ഇസ്രായേൽ നമ്മുടെ സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ അത് തരത്തുള്ളൂ തീർച്ചയായിട്ടും, ഇല്ലേ? അപ്പം അതുതന്നെയല്ല, കാരണം അവരുടെയൊക്കെ ഫോറിൻ പോളിസീസ് എപ്പോൾ എങ്ങനെ മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റൊരു രാജ്യമായതുകൊണ്ടും തീർച്ചയായിട്ടും ഇപ്പോൾ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സന്തോഷിപ്പിക്കാനോ നമ്മളെ സൂചിപ്പിക്കാനോ വേണ്ടിയല്ല അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആയുധങ്ങൾ വിൽക്കുകയും അല്ലെങ്കിൽ ആയുധ കച്ചവടം നടത്തുകയോ ചെയ്യുന്നതാണല്ലോ. ബൈലാറ്ററൽ റിലേഷൻസ് അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ തീർച്ചയായിട്ടും മറ്റ് രാജ്യത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനുകളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു രാജ്യത്തെ ഏതൊരു രാജ്യമായാലും ശരി അവരെ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത്. നമുക്കിപ്പോൾ അമേരിക്കയുടെ കാര്യമൊക്കെയാണ്, നമ്മൾ എത്ര അവരുടെ സുഹൃത്ത് രാജ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പാർട്ട്ണറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മാത്രമായിരിക്കും മറ്റ് രാജ്യങ്ങൾ ചലിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു നയമാണ് അമേരിക്കയ്ക്ക് എപ്പോഴും ഉള്ളത്. ഇപ്പോൾ നമ്മൾ സമീപഭാവിയിലൊക്കെ തന്നെ നമ്മൾ ഒത്തിരി ഇന്ത്യക്കെതിരെയുള്ള അവരുടെ നീക്കങ്ങളും അല്ലെങ്കിൽ എന്താണ് ചൂട് മാറ്റങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും ക്രിട്ടിക്കലായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നുള്ളത് വളരെ
സങ്കീർണത ഉണ്ടാക്കുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും ആരിവിടെ ഭരിച്ചു കഴിഞ്ഞാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരണത്തിലുണ്ടായാലും ശരി, ഈ ഒരു മേഖലയിൽ നമുക്ക് നല്ലൊരു മാറ്റവും അല്ലെങ്കിൽ പുരോഗതിയും കുതിച്ചുചാട്ടവും ഒക്കെ നമുക്ക് നേടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഏതായാലും തീർച്ചയായിട്ടും ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞൊരു 10 വർഷമായിട്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതകരമായിട്ടുള്ള വളർച്ചയും മാറ്റങ്ങളും എന്ന് വെച്ചാൽ ഇന്ത്യ ഈ പറഞ്ഞ നമ്മൾ ഈ എന്താ പറയുക ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിൽ ഡിഫൻസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് തീർച്ചയായിട്ടും അത്തരം മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ചില കണക്കുകളൊക്കെ ഉണ്ട് നമുക്കിതിനകത്തിൽ. അതായത് നമ്മളുടെ ഈ 2025-26 നമ്മളുടെ ആനുവൽ ഡിഫൻസ് പ്രൊഡക്ഷൻ മൊത്തം എന്നുവെച്ചാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് നിർമ്മിച്ച് നമ്മളുടെ പ്രതിരോധ മേഖലയുമായിട്ട് നമ്മൾ പ്രതിരോധ സൈനിക മേഖലയുമായി ബന്ധപ്പെട്ട ആയുധ നിർമ്മാണങ്ങൾ, ആയുധങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് പട്ടാളക്കാരുടെ യൂണിഫോം ഉണ്ടല്ലോ, പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ബൂട്ട്സ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാപ്പുണ്ട്, തൊപ്പി ഉണ്ടായിരിക്കാം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നോൺ വെപ്പൺസും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിക്കവർ സിസ്റ്റമല്ല. നമ്മൾ പ്രധാനമായിട്ടും ആയുധങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിഫൻസിന് വേണ്ട എല്ലാ പ്രൊഡക്ഷൻസും ഒത്തിരി ഐറ്റംസ് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈന്യം ഉപയോഗിക്കുന്നുണ്ട് ഏത് രാജ്യത്തെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ബൂട്ട്സ് ഉണ്ട്, സോക്സ് ഉണ്ട്, ഷൂസ് ഉണ്ടാകും ഇല്ലേ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം കൂടെ എല്ലാ രാജ്യത്തിനും എല്ലാം ഒരുപോലെ നിർമ്മിക്കാൻ സാധിക്കത്തില്ല. ഇപ്പം അമേരിക്ക പോലും ഫ്രാൻസ് പോലും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും പല ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊരു പർച്ചേസ് ചെയ്യുന്നുണ്ട്, ആയുധങ്ങൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും. അപ്പോൾ ഇത് 2025-26 നമ്മളേണ്ട 1.78 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പാദനം എന്നുവെച്ചാൽ ഈ മേഖലയിൽ നമ്മളെ സ്വയം നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ വളരെ കാലമായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നമ്മൾ ഏത് വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെ. ഒന്നുകിൽ 1ാമത്തെ സ്ഥാനം അല്ലെങ്കിൽ 2ാമത്തെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ തന്നെ എപ്പോഴും ഉള്ളൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട്. ഇപ്പോൾ യുക്രൈൻ വാർ തുടങ്ങിയ ശേഷം, റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ ശേഷം ആ ഒരു ഫസ്റ്റ് സ്പോട്ട് യുക്രൈന് കിട്ടിയിട്ടുണ്ട്. കാരണം അവർ കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നേറ്റോയിലുള്ള ഒട്ടനവധി രാജ്യങ്ങളിൽ ഈ പറഞ്ഞ യുക്രൈന് ആയുധങ്ങൾ കൊടുക്കുന്നത് കൊണ്ടും യുക്രൈൻ ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് അല്ലെങ്കിൽ ഈ യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം ഇന്ത്യക്ക് ഒരു സെക്കൻഡ് സ്പോട്ട് മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ. മറ്റേ നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും ഒന്നാമത്തെ ഇപ്പം ഈ ഇന്ത്യ, സൗദി അറേബ്യ, ഖത്തർ, ഈവൻ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണ്. ആയുധങ്ങൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്, മനസ്സിലായല്ലോ. അപ്പം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, ഇപ്പോഴും നമ്മൾ വൻതോതിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്നുള്ള സ്റ്റേറ്റസ് നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഇപ്പോൾ നമുക്ക് എടുത്തു പറയത്തക്ക അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള വളർച്ചയും മാറ്റങ്ങളും നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 25-26 കാലഘട്ടത്തിൽ നമ്മൾ പ്രൊഡക്ഷൻ പറഞ്ഞു 1.78 ലക്ഷം കോടി രൂപയുടെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, ഡിഫൻസ് പ്രൊഡക്ഷൻ. പിന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് കണക്കനുസരിച്ചിട്ട് ഈ കഴിഞ്ഞ വർഷത്തിനേക്കാളിലും എന്നുവെച്ചാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനേക്കാളിലും 15.6% വളർച്ച ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1.54 ലക്ഷം, കഴിഞ്ഞ വർഷമല്ല, ഇപ്പോൾ ഈ 25-26 മുമ്പ് 24-25 1.54 ലക്ഷം കോടി രൂപയുടെ ടോട്ടൽ പ്രൊഡക്ഷനായിരുന്നു. ഈ വർഷമല്ല 25-26 1.78 ലക്ഷം കോടി രൂപയുടേത്. അപ്പോൾ അങ്ങനെ 15.6% വളർച്ച ഉണ്ടായിട്ടുണ്ട്. 2021 കാലഘട്ടമായിട്ട് നോക്കുമ്പോൾ 110% വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ മേഖലയിൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞൊരു ദശാബ്ദക്കാലമായിട്ട് ഈ പറഞ്ഞ ഡിഫൻസ് പ്രൊഡക്ഷൻ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള നമ്മളുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് പ്രൊഡക്ഷൻ ഇതിൻ്റെ ഉൽപ്പാദന രംഗം അല്ലെങ്കിൽ മേഖല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2013-14 കാലഘട്ടത്തിൽ 43,746 കോടി രൂപയുടെ പ്രൊഡക്ഷനാണ് ടോട്ടൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വരെയുള്ള 25-26 കാലഘട്ടം എടുക്കുമ്പോൾ 1.78 ലക്ഷമായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടാണ്. അപ്പോൾ അതിനകത്തിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് തീർച്ചയായിട്ടും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഡിഫൻസ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ത്യയിലെ
ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖലയും ഒരുപോലെ തന്നെ ഇതിനകത്തിൽ പാർട്ടിസിപ്പൻസ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ടുള്ള റോൾ ഇപ്പോഴും പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനാണ്. അത് ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ന് പറയാം, DPSU എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്കറിയാം ഇപ്പോഴത്തെ ഈ യുക്രൈൻ റഷ്യ വാറും നമ്മൾ റഷ്യ ഡിപ്പെൻഡ് ചെയ്ത് ആയുധങ്ങൾ കൊണ്ട് റഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം അങ്ങനെ യുദ്ധം ഉണ്ടാകുന്നതിൻ്റെ മറ്റൊരു പരിണത ഫലം നമ്മളെപ്പോൾ ആയുധങ്ങൾ കൂടുതൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഈ എന്താണ് നമുക്ക് സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള വെപ്പൺസ് റഷ്യക്ക് തരാൻ അല്ലെങ്കിൽ അങ്ങനെ രാജ്യത്തിന് തരാൻ സാധിക്കാതെ വരികയും അത് നമ്മളുടെ സൈനിക ശക്തിയൊക്കെ തന്നെ ബാധിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ രാജ്യത്തൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള ഈ സമാനമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇനിയും മുൻപോട്ട് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു മേഖലയെ നമുക്ക് കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നല്ല ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥയാണ്. പക്ഷേ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഈ ഒരു മേഖലയെ നമുക്ക് കൂടുതൽ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ത്യയുടെ വളർച്ചയും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തി ആയതുകൊണ്ടും ലോകത്തിലെ നല്ലൊരു ഡിഫൻസ് അല്ലെങ്കിൽ മിലിറ്ററി പവർ ആയതുകൊണ്ടും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മേഖലയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കണക്കുകളനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഈ ടോട്ടൽ പ്രൊഡക്ഷൻ അതിനകത്തിൽ 76% പബ്ലിക് സെക്ടർ പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് DPSU എന്ന് പറയും, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ന് പറയാം. പൊതുമേഖല എന്നുവെച്ചാൽ ഡിഫൻസ് മേഖലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരാണ് ഇതിൻ്റെ 76% ഇപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി 24% മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനൊന്നുമില്ല. അത് ഏകദേശം 42,000 കോടി രൂപയുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ സ്വകാര്യ മേഖലയിൽ നിന്ന്. സ്വകാര്യ മേഖല നമുക്കറിയാം പ്രധാനപ്പെട്ട കോർപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. L&T ഉണ്ട്, ടാറ്റ ഉണ്ട്, അദാനി ഉണ്ട്, റിലയൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കമ്പനികൾ പ്രൈവറ്റ് മേഖലയിൽ നിന്നും വലുതും ചെറുതുമായിട്ടുമുള്ള ഒത്തിരി കമ്പനികളിനകത്തിൽ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഇക്കോസിസ്റ്റത്തെ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ, കാരണം ഇന്ത്യയുടെ സൈസും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സ്കെയിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ ഇതിനെ വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ വലിയൊരു ലോകത്തിലെ നമുക്കറിയാം ഒരു തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വളർച്ച നമ്മൾ കാര്യമായിട്ടെടുത്ത് ഇതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല, ഇനിയും വരുന്ന ഗവൺമെൻറ്റുകളും ഇതിനകത്തിൽ പൂർണ്ണമായിട്ടുള്ള താല്പര്യങ്ങൾ കാണിക്കുകയും ഈ ഒരു മേഖലയെ നമുക്ക് കൂടുതൽ വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പക്ഷേ 1-2 ദശാബ്ദ കാലത്തിനുള്ളിൽ, ഒരു ദശാബ്ദം കൊണ്ട് പറ്റത്തില്ലെങ്കിൽ തന്നെയും ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് തീർച്ചയായിട്ടും ലോകത്തിലെ ടോപ്പ് 10 ആംസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായി നമുക്ക് മാറുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പ്രൈവറ്റ് ഇപ്പോഴത്തെ സർക്കാർ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ പ്രൈവറ്റ് മേഖലയ്ക്ക്, സ്വകാര്യ മേഖലയ്ക്ക് ഇതിനകത്തിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലാണ് അവരുടെ നയങ്ങളൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഡിഫൻസ് ഇക്കോസിസ്റ്റം ഇപ്പോൾ സ്വകാര്യ മേഖലകൾ കാരണം കൂടുതൽ വരികയും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഒക്കെ തന്നെ നമുക്കറിയാം. സ്വകാര്യ മേഖലയ്ക്കുള്ള അഡ്വാൻറ്റേജ് നമുക്കറിയാം ഏത് മേഖലയിലാണ് ശരി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനൊരു മേഖലയിലും സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി നമ്മളുടെ ഈ പറഞ്ഞ, കാരണം ഇന്ത്യക്ക് അത്രയും ഇൻഡസ്ട്രിയൽ സ്കെയിലുണ്ട്, കാരണം നമുക്കത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുന്നതാണ്. കാരണം ചൈന എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനൊരു ലെവലിലേക്ക് ഇന്ത്യക്കും തീർച്ചയായിട്ടും എത്തിച്ചേരാൻ സാധിക്കും. അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അത്രയ്ക്ക് ഇച്ഛാശക്തിയും അല്ലെങ്കിൽ ലീഡർഷിപ്പൊക്കെ ഉണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പ്രൈവറ്റ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണ് അവർ ഇതിനകത്ത് ഈ കപ്പാസിറ്റി അവരെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ടെക്നോളജീസ്, വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജീസ്, ഡ്രോൺസ്, മിസൈൽ സിസ്റ്റംസ്, ഇലക്ട്രോണിക് വാർഫെയർ എക്വിപ്മെൻറ്റ്, ആർട്ടിലറി പ്ലാറ്റ്ഫോംസ്, എയറോസ്പേസ് കമ്പോണൻസ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സർവലൻസ് സിസ്റ്റം, ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഇത് ചുരുക്കം ചില പേരുകൾ മാത്രമല്ല, മേഖലകൾ മാത്രമാണ്. ബാക്കി ഒട്ടനവധി മേഖലകളിലും ഈ പറഞ്ഞ പ്രൈവറ്റ് സെക്ടറിൻ്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ 2020 ഇത് നമ്മൾ ഉൽപ്പാദനം മാത്രമല്ല നമുക്ക് വർദ്ധിക്കുന്നത്, തീർച്ചയായിട്ടും നമ്മളുടെ എക്സ്പോർട്ടും വർദ്ധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും നമ്മളുടെ കയറ്റുമതിയും വർദ്ധിക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പം ഫിലിപ്പീൻസ് നമ്മൾ ബ്രഹ്മോസ് കൊടുത്തു, വിയറ്റ്നാമും ഇന്തോനേഷ്യയും താമസിയാതെ അവരത് തീർച്ചയായിട്ടും കരസ്ഥമാക്കും. ഇനിയിപ്പം UAE അത് മേടിക്കുവാൻ പ്ലാനുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ പവർഫുള്ളായിട്ടുള്ള
വെപ്പൺസൊക്കെ തന്നെ തീർച്ചയായിട്ടും ലോക മാർക്കറ്റുകൾ നമ്മൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ബ്രഹ്മോസ് പോലുള്ള സൂപ്പർസോണിക് മിസൈലിനെ കൗണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയൊരു മറ്റൊരു സിസ്റ്റം ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയുടെ കരുത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ സാങ്കേതിക മികവും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ലോകത്തിന് നമുക്ക് കൂടുതൽ കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2025-26 കാലഘട്ടത്തിൽ നമ്മളുടെ ഡിഫൻസ് എക്സ്പോർട്ട് 38,424 കോടി രൂപയായിരുന്നു. 25-26 കാലഘട്ടം എന്ന് വെച്ചാൽ 25-26 മാർച്ച് വരെയുള്ള കണക്കായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു വളർച്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ പല രാജ്യങ്ങളിലേക്കും പല റീജിയനിലേക്ക് ഇപ്പോൾ ഏഷ്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ലാറ്റിൻ അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ഈവൻ യൂറോപ്യൻ അമേരിക്കയ്ക്ക് വരെ നമ്മൾ തീർച്ചയായിട്ടും വെപ്പൺസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അമേരിക്കയും ഫ്രാൻസും ഒക്കെ തന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിഫൻസ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള അവരുടെ ചില ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇസ്രായേലും നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, ഇസ്രായേൽ നമുക്കും തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ തീർച്ചയായിട്ടും പല രാജ്യങ്ങൾ പറഞ്ഞാൽ പല റീജിയൻ യൂറോപ്പ്, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുന്ന റീജിയനിലേക്കൊക്കെ തന്നെ നമ്മളിപ്പോൾ തീർച്ചയായിട്ടും മൊത്തം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100-100 80 രാജ്യങ്ങൾക്ക് മുകളിൽ 100 രാജ്യങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും വലുതും ചെറുതുമായിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒട്ടുമിക്ക ഡിഫൻസ് എക്സ്പോർട്സും നമ്മൾ കയറ്റി അയക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ അതെല്ലാം ഡ്യുവൽ യൂസാണ്. സിവിലിയൻ പർപ്പസിന് ഉപയോഗിക്കാം, മിലിറ്ററി അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും. അപ്പോൾ ഈ പറഞ്ഞ നമ്മളുടെ ഈ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോറിൻ കറൻസി കിട്ടുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ അതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം. നമുക്കറിയാം ഇപ്പോൾ അമേരിക്ക, ഫ്രാൻസ്, റഷ്യ അല്ലെങ്കിൽ ഇതുപോലെ ആയുധങ്ങൾ പരമ്പരാഗതമായിട്ട് പണ്ട് മുതലേ ആയുധങ്ങൾ കൊടുക്കുന്ന രാജ്യങ്ങൾ ജിയോ പൊളിറ്റിക്സിനെ അവർക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ടർക്കിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അർമീനിയ, അതുപോലെ തന്നെ ഗ്രീസ്, സൈപ്രസ് ഈ പറഞ്ഞ രാജ്യങ്ങളോട് നമ്മളിപ്പോൾ സൈനികപരമായിട്ടുള്ള അർമീനിയയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആയുധങ്ങൾ അർമീനിയ വാങ്ങിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. എന്നുവെച്ചാൽ ഈ പാകിസ്ഥാൻ, ചൈനയിൽ നിന്ന് എങ്ങനെ ആയുധങ്ങൾ വാങ്ങിക്കുന്നു അതുപോലെ തന്നെയാണ് അർമീനിയ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നത്. 80% അവരുടെ ഡിഫൻസിൻ്റെ ആവശ്യങ്ങൾ മൊത്തം ഇന്ത്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഫ്രാൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ ഗ്രീസും സൈപ്രസുമായിട്ടൊക്കെ തന്നെ ഒരുപക്ഷെ വളരെ സമീപ ഭാവിയിൽ അവർക്കും ബ്രഹ്മോസ് നമ്മൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടർക്കിയെ എങ്ങനെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ജിയോ പൊളിറ്റിക്കലി നമ്മളുടെ ബാലൻസ് ഓഫ് പവർ എന്നുവെച്ചാൽ നമുക്കെതിരെ ഒരു ശക്തി ഇതുപോലെ ഇപ്പോൾ ടർക്കി പാകിസ്ഥാൻ റിലേഷൻ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ കണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ടർക്കിയെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നമുക്ക് ആയുധങ്ങൾ നിർമ്മിക്കാനും അത് കൊടുക്കാനും കഴിയുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവൻ്റെ മേഖലയിൽ പോയിട്ട് അവനുമായിട്ട് ശത്രുതയുള്ള രാജ്യമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ടർക്കിയെ നമുക്ക് വരെ നമുക്ക് നിർത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഓഫ് പവറും ഒക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മറ്റ് പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ. അല്ലാതെ നമുക്കിപ്പോൾ ഡിഫൻസ് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്കിപ്പം റവന്യൂ കിട്ടുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഫോറിൻ കറൻസി നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു വശമെന്നാൽ നമ്മളുടെ ജിയോ പൊളിറ്റിക്കൽ ഈ ഇൻഫ്ലുവൻസ് കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ആ ബാലൻസ് ഓഫ് പവർ നമുക്ക് പല ഏരിയയിലും പല റീജിയനിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ നമ്മളിങ്ങനെ ഒരു മേഖല വികസിപ്പിച്ചെടുക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നതുകൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നമുക്ക് മുന്നോട്ട് വളരെ ശക്തമായിട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറയാനുണ്ട്, സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറയാനുണ്ട്. അപ്പോൾ അവരാണ് ഇതിനകത്തിൽ ആധികാരികമായിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ പറയുന്നത് അവരുടെ റിപ്പോർട്ട് അവരെപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഈ സൈനിക പ്രതിരോധ മേഖലയെക്കുറിച്ച് എല്ലാ രാജ്യങ്ങളിലെയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അവരത് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ കണക്കനുസരിച്ച് 2021-25 കാലഘട്ടത്തിൽ ഇന്ത്യ ഏകദേശം ഈ പറഞ്ഞ രണ്ടാമത്തെ ഏറ്റവും ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അത് ടോട്ടൽ ഗ്ലോബൽ ട്രേഡിൻ്റെ 8.2% വരും. ഈ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ യുക്രൈൻ പിന്നെ ആ സ്പോട്ട് ഒന്നാമത്തെ എന്താണ് പറയുന്നത് സ്വർണം അവർ കരസ്ഥമാക്കി. ഇന്ത്യക്ക് സിൽവർ അല്ലെങ്കിൽ വെങ്കലം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പം ഒരുപക്ഷെ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യ വീണ്ടും ആ ഒരു സ്പോട്ട് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും
അധികം ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് എന്നുള്ള ഒരു എന്താണ് അതൊരു നമുക്കൊരു പിന്നെ സ്റ്റാറ്റസ് സിമ്പിളൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനം നമുക്ക് കൂടിയത് കൊണ്ട് നമുക്ക് ഈ വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്ന റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മളവരെ ആശ്രയിക്കുന്നുണ്ടില്ലെന്ന് നമുക്ക് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട വെപ്പൺസ്, ക്രിട്ടിക്കൽ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട അഡ്വാൻസ്ഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് എൻജിൻസ് ഇതൊന്നും ഇന്ത്യക്ക് ഇതിനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. എയർ ഡിഫൻസ് സിസ്റ്റംസ് നമ്മൾ ആ മേഖലയിലൊക്കെ നമ്മൾ പിന്നെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു ഇപ്പം റഷ്യ അല്ലെങ്കിൽ റഷ്യയുടെ S-400 അല്ലെങ്കിൽ അമേരിക്കയുടെ താഡ് പേട്രിയോട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു സംവിധാനത്തിന് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളിലും സുപ്പീരിയറായിട്ടുള്ളൊരു എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ നമ്മളായിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും വളരെ പിന്നെ ടെക്നോളജിക്കലി സുപ്പീരിയറായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ സബ്മറൈൻ ടെക്നോളജീസ്, അതിൽ ചില ഹൈ എൻഡ് ഇലക്ട്രോണിക് കമ്പോണൻസ്, ഇതൊക്കെ തന്നെ നമ്മളിതിനെ ആ ഒരു മേഖലയിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ ചുവടുവയ്പ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിനകത്തിലൊന്നും നമുക്ക് ഒരു എന്താ പറയുന്നത് സ്വയമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഓവറോൾ നമ്മുടെ ഈ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ അളവ് നമ്മൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും റഷ്യയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നൊരു രാജ്യം. പക്ഷേ അത് കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിന് നല്ല കുറവ് വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം റഷ്യയ്ക്ക് സ്വന്തമായിട്ട് ആയുധങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് അതിനകത്ത് വലിയൊരു മാറ്റവും അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ള കുറവും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും റഷ്യ തന്നെയാണ് നമ്മളുടെ ഏറ്റവും ഒരു ലാർജസ്റ്റ് എന്ന് പറയുന്ന ആംസ് സപ്ലയർ അല്ലെങ്കിൽ എന്താണ് പറയുക നമുക്ക് ആയുധങ്ങൾ തരുന്നൊരു രാജ്യങ്ങളല്ല. പിന്നെ നമുക്ക് ഫ്രാൻസ്, ഇസ്രായേൽ, അമേരിക്ക ഈ പറഞ്ഞ 3 രാജ്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എവരിൽ നിന്നൊക്കെ നമ്മൾ ആയുധങ്ങൾ ഈ ക്രിട്ടിക്കൽ ടെക്നോളജീസ് അടങ്ങുന്ന ഈ പറഞ്ഞ ജെറ്റ് എൻജിൻസ്, സബ്മറൈൻസ് ടെക്നോളജീസ്, എയർ ഡിഫൻസ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ അവരിൽ നിന്ന് മേടിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ഈ മേഖലയിലൊക്കെ തന്നെ നമുക്ക് കൂടുതൽ റിസർച്ചും ഡെവലപ്മെൻറ്റൊക്കെ നടത്തി നമുക്ക് ഈ ഒരു മേഖലയെ കൂടുതൽ നമുക്ക് പരിപോഷിപ്പിക്കേണ്ട ആവശ്യം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അധികം ക്രൂഷ്യലായിട്ടുള്ളൊരു മേഖലയാണ്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും വളരെ കാലമായിട്ട് ഇന്ത്യയെ ഏറ്റവും അധികം ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമെന്നുള്ളൊരു നൊട്ടോറിയസ് ശരിക്കും പറഞ്ഞാൽ പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റസ് നമുക്ക് മാറ്റി തീർച്ചയായിട്ടും നമ്മൾ സ്വയമായിട്ട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സൈന്യത്തിന് നൽകാൻ കഴിവുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് ഇന്ത്യയുടെ ഈ പറഞ്ഞ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് തീർച്ചയായിട്ടും ഇനി നേടിയെടുക്കേണ്ട ചില മേഖലകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഡൊമസ്റ്റിക് ഇപ്പോൾ ഉള്ള നമ്മുടെ ആഭ്യന്തര കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവിനും അപ്പുറത്താണ് ശരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എയറോ എൻജിൻസ്, പ്രൊപ്പൽഷൻ സിസ്റ്റംസ്, അഡ്വാൻസ് സെമി കണ്ടക്ടേഴ്സ്, നെക്സ്റ്റ് ജനറേഷൻ സെൻസേഴ്സ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ചൈന അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഈവൻ റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന പല ക്രിട്ടിക്കൽ ഫ്രാൻസ് ഇതുപോലുള്ള ഈ എയറോ എൻജിൻസ് നമുക്കിപ്പോഴും സ്വന്തമായിട്ട് നമ്മൾ എത്ര കാലമായിട്ട് കിടന്ന കഷ്ടപ്പെടുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് ഇന്ത്യയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ചുവടുവയ്പ്പുകൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ മേഖലകളൊക്കെ തന്നെ നമുക്ക് വളരെയധികം പുരോഗതി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമ്മൾ വിജയിയാകൂ. പക്ഷേ നമ്മൾ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. നമ്മൾ സ്പേസിലും അതുപോലെ തന്നെ നമ്മളുടെ DRDO ഒക്കെ തന്നെ നമ്മൾ എന്തുമാത്രം മേഖലകളിൽ നമ്മൾ ഒട്ടനവധി നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്കിനിയും നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു ഭരണ നേതൃത്വം മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും നിലവിലുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് കൂടുതൽ എഫിഷ്യൻ്റായിട്ടും അല്ലെങ്കിൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ ഉള്ള എന്താണ് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തൽക്കാലം പറയാനുള്ള ഈ ഒരു മേഖല തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇപ്പോൾ പ്രകടനം കാഴ്ചവെക്കുകയാണ്.
ഇന്ത്യനകത്തിൽ നല്ല പുരോഗതി കൈവരിക്കുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു മേഖലയാണ്, കാര്യമാണ്. തീർച്ചയായിട്ടും കൂടുതൽ നേട്ടങ്ങളും കൂടുതൽ വികസനവും അല്ലെങ്കിൽ പുരോഗതിയും നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പം അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു ഇന്ത്യ നമുക്ക് ഇനിയും തീർച്ചയായിട്ടും ഉണ്ടാകും, ഭാവിയിൽ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇപ്പോഴും വളരെ അധികം മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി നമുക്ക് വളരെയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം ചൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടിട്ടുള്ള രാജ്യമൊക്കെ തന്നെ നമ്മളെക്കാളൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടത് ഉള്ള ഒരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ചൈന പ്രത്യേകിച്ച് നമ്മുടെ അയൽവക്കത്തുള്ളതുകൊണ്ടും ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും അകമഴിഞ്ഞ് സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ടും തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ പറഞ്ഞൊരു മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള ഫോക്കസോടുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.